തൃശൂർ അരിമ്പൂർ അന്തിക്കാട് പ്രദേശങ്ങളിലെ 2400-ലധികം ഏക്കർ പ്രദേശത്തെ കൃഷി വെള്ളം ലഭിക്കാതെ കരിഞ്ഞുണങ്ങുന്നു. 2 ആഴ്ചയിലധികമായി വെള്ളം ലഭിക്കാതായിട്ട് 2 ദിവസത്തിനകം വെള്ളം ലഭിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അരിമ്പൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വിളക്കുമാടം പടവിലെ 300 ഏക്കർ, തോട്ടുപുരയിലെ 100 ഏക്കർ, കൊടയാട്ടിയിലെ 250 ഏക്കർ, അന്തിക്കാട് പഞ്ചായത്തിലെ പടവിൽ 1800 ഏക്കർ എന്നിവിടങ്ങളിലാണ് വെള്ളം കിട്ടാതെ കർഷകർ ദുരിതത്തിലായത്. വിത കഴിഞ്ഞ് 80 ദിവസം കഴിഞ്ഞ പാടശേഖരങ്ങളാണിവ. കൊയ്യാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ 2 ആഴ്ചയിലധികമായി കൃഷിയിടത്തിലേക്ക് വെള്ളം കിട്ടാത്ത സ്ഥിതിയാണ്. ചിമ്മിനി ഡാമിൽ നിന്നും വരുന്ന വെള്ളം ഇടയിൽ വെച്ച് തടയണ നിർമ്മാണത്തിൻ്റെ പേര് പറഞ്ഞ് ലഭിക്കാത്ത സാഹചര്യമാണെന്ന് കർഷകർ പറയുന്നു. ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കർഷകരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന നടപടികൾ മാത്രമാണ് ഉള്ളതെന്നാണ് കർഷകരുടെ പരാതി. വെള്ളം തുറന്നുവിട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ പാടശേഖരത്തെ പുറംചാലിൽ വെള്ളം എത്തിയിട്ടില്ലെന്നും കർഷകർ പറയുന്നു. വെള്ളമില്ലാതെ നെല്ല് വന്ന് കതിരി വന്നിട്ട് ഇപ്പോൾ കരിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ വെള്ളം വേണം. അവർ പറഞ്ഞ് വെള്ളം വിട്ടിരുന്നു പറഞ്ഞിട്ടും ഇവിടെ ഇതുവരെ തുള്ളി വെള്ളം നമുക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പടവിലേക്ക് വെള്ളത്താതെ കൃഷി നശിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ 2 ദിവസം കൂടി വെള്ളം എത്തിയില്ലെങ്കിൽ ഈ നെല്ല് മുഴുവൻ നമുക്ക് കത്തിച്ചാൽ അവസ്ഥയിലേക്ക് പോകും. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ് ഇതിന് ഏറ്റവും വീഴ്ച വരുന്നത്. അവരുടെ ഭാഗത്ത് ഒരു വിധ സഹായവും ഇല്ല. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അധികൃതരോ വിവരങ്ങൾ അറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്ന് കർഷക സംഗമ സെക്രട്ടറി കെ രാകേഷ് പറഞ്ഞു. ഏകദേശം 2500 ഏക്കറയ്ക്ക് മുകളിൽ നെൽകൃഷി നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം ഇപ്പോൾ 2 ദിവസത്തിനകം വെള്ളം വന്നില്ലെങ്കിൽ വലിയ രീതിയിൽ പ്രതിസന്ധികൾ ഇവിടുത്തെ കർഷകർ നേരിടേണ്ട ഒരു അവസ്ഥയാണ്. ഇവിടെ ഒരുപാട് ഇപ്പോൾ നമ്മുടെ ഇറിഗേഷൻ ഓഫീസുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടു. പക്ഷേ ഫോൺ വരെ അവരെടുക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. ഇത്ര ദിവസമായി കർഷകർ ഈ പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്ത് കൃഷി വകുപ്പിൻ്റെ ടീമോ ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥരോ ഇതുവരെയായിട്ടും ഈ പ്രദേശത്തേക്ക് പോലും വന്നിട്ടില്ല. അടുത്ത 2 ദിവസത്തിനുള്ളിൽ വെള്ളം ലഭിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാവുക. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെതിരെ പരസ്യമായ പ്രതിഷേധ പരിപാടികൾക്കൊരുങ്ങിയാണ് കർഷകർ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.